ഞങ്ങളുടെ ഈ യാത്ര സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലെ ഡെവൺ കൗണ്ടിയുടെ ഭാഗമായ ഡാഡ്മൂറിലേക്കാണ്. ഏകദേശം 954 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഡാഡ്മൂർ വൈവിധ്യമായ ടോർലാൻഡ്സ്, കാടുകൾ, നദികൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയവയ്ക്ക് പേരുകേട്ടതാണ്. 1951 മുതൽ ഒരു നാഷണൽ പാർക്കായിട്ട് സംരക്ഷിച്ചു വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഡാഡ്മൂർ. ലേക്ക് ഡിസ്ട്രിക്റ്റും പീക്ക് ഡിസ്ട്രിക്റ്റും പോലെ തന്നെ ഹൈക്കിംഗ് പ്രേമികളുടെ പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഈ സ്ഥലം. ഓരോ കാലങ്ങളിലും ഡാഡ്മൂറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു കലവറ തന്നെയാണ്. പ്രകൃതിയുമായി ഇണചേർന്ന് ജീവിക്കുന്ന ഒരുപറ്റം ഗ്രാമങ്ങളെയും മനുഷ്യരെയും മൃഗങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. കാടുകളുടെയും പുഴകളുടെയും കുന്നുകളുടെയും ഒക്കെ സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ കാത്തു പരിപാലിക്കാൻ ഇവിടെയുള്ളവർ ശ്രദ്ധ പുലർത്തുന്നു. ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുമായി ഇണചേർന്ന് കുറച്ച് ദിവസങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഡാഡ്മൂർ അതിനു പറ്റിയ ഒരു ലക്ഷ്യസ്ഥാനം തന്നെയാണ്. ഇവിടെയുള്ള ടോർലാൻഡ്സ് ഏകദേശം 280 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ട ഗ്രാനൈറ്റ് രൂപങ്ങളാണ്. ഡാഡ്മൂറിലെ പ്രധാന സന്ദർശന സ്ഥലങ്ങൾ ഹെയ്റ്റർ, പ്രിൻസ് ടൗൺ, പോസ്ബ്രിഡ്ജ് തുടങ്ങിയവയാണ്. ഇംഗ്ലീഷ് കൺട്രി സൈഡിൻ്റെ ഒരു നല്ല ഉദാഹരണമാണ് ഡാഡ്മൂർ. യാത്രകളെല്ലാം മനോഹരമാണ്. ഓരോ യാത്രയ്ക്കും പറയുവാനുണ്ട് 1000 അനുഭവങ്ങൾ, പിന്നാമ്പറ കഥകൾ. എവിടെ പോകുന്നു എന്നതിലല്ല, അരികിൽ ആരുണ്ട് എന്നതിലാണ് കാര്യം. ചില യാത്രകൾ സുന്ദരമാക്കുന്നത് ആളുടെ സാമീപ്യം തന്നെയാണ്. യാത്രകളൊന്നും അവസാനിക്കുന്നില്ല. ചില ഇടവേളകൾ പുതിയ യാത്രകളുടെ മുന്നൊരുക്കങ്ങളാണ്. ശുഭദിനം.